കായംകുളം ടൗൺ ഈസ്റ്റ് സൗത്ത് മണ്ഡലം UDF കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ചേരാവള്ളി ആരുടത്തിൽ ജംഗ്ഷനിൽ KC വേണുഗോപാൽ MPക്ക് സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനത്തിൽ ടൗൺ ഈസ്റ്റ് മണ്ഡലം UDF കൺവീനർ ബിജു നസറുള്ള അധ്യക്ഷത വഹിച്ചു. കായംകുളം ടൗൺ ഈസ്റ്റ് സൗത്ത് മണ്ഡലം UDF കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ചേരാവള്ളി ആരൂടത്തിൽ ജംഗ്ഷനിൽ KC വേണുഗോപാൽ MPക്ക് സ്വീകരണം നൽകി. സംഘപരിവാറുമായിട്ട് RSSുമായിട്ട് നേതാവുമായിട്ട് ചർച്ച നടത്താൻ ഒരു ADGP പോയി എന്നാണ് പറയുന്നത്. ADGP സാധാരണ ADGP അല്ല, പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത പോലീസ് ഉദ്യോഗസ്ഥൻ. അദ്ദേഹം എല്ലാ ദൗത്യങ്ങളും ഏൽപ്പിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, ഏത് രാഷ്ട്രീയ കാര്യങ്ങളും ഏൽപ്പിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ. അങ്ങനെയുള്ള ഒരാൾ എന്തിനാണ് RSS നേതാവുമായി കൂടിക്കാഴ്ച രഹസ്യമായിട്ട് നടത്തിയത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ കൂടിക്കാഴ്ച? ആ കൂടിക്കാഴ്ചകളുടെ ഉത്തരം പറഞ്ഞേ മതിയാകൂ. എന്തിനു വേണ്ടിയിട്ടാണ് RSS നേതാവും ഉത്തരവാദപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരും കൂടിക്കാഴ്ച നടത്തിയതെന്ന് പറയാനുള്ള ബാധ്യത കേരള മുഖ്യമന്ത്രിക്കുണ്ട്, കേരളത്തിലെ സർക്കാരിന്. എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരെ പാവപ്പെട്ടവരെ നിങ്ങളെ വിശ്വസിക്കുന്നുണ്ടല്ലോ ഈ മനുഷ്യരെ. കമ്മ്യൂണിസം വിറ്റ് ഈ നാട് തകർക്കാൻ ശ്രമിക്കുന്നവരാണ് അവർ എന്നുള്ളതിനെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ കാര്യങ്ങൾ. ആരെങ്കിലും ചെയ്യുമോ അത്? പോലീസുകാർ തന്നെ ഒരു പൂരം കലക്കുന്ന എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പൂരം കലക്കി അതിന്റെ ക്രെഡിറ്റ് BJP കിട്ടും. സ്വന്തം പാർട്ടി CPI കാരനായതുകൊണ്ട് പിന്നെ നമുക്ക് ജയിച്ചിട്ടും കുഴപ്പമില്ലല്ലോ. CPIയുടെ സ്ഥാനാർത്ഥിയായിരുന്നല്ലോ അവിടെ. ആ സ്ഥാനാർത്ഥിയെ പേടാക്കാൻ വേണ്ടി തൃശ്ശൂർ പൂരം പോലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കലക്കി. എന്നിട്ട് ഇവരാണ് പറയുന്നത് വോട്ട് വാങ്ങിച്ച BJP പൂരം കലക്കാൻ കൂട്ടുന്നവർ, വോട്ട് കൊടുക്കാൻ നേതൃത്വം കൊടുത്ത CPM. BJP അക്ഷരം മിണ്ടുന്നില്ല, ഇതിനെ കുറിച്ച് പ്രതികരിക്കുന്നേ ഇല്ല. എന്ത് BJP മിണ്ടാത്തത്? അപ്പൊ ഈ കാര്യത്തില് ഗൗരവതരമായ രാഷ്ട്രീയം കേരളത്തിലെ രാഷ്ട്രീയം നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ കേരളം എന്ന് പറഞ്ഞ കൊച്ചു തുരുത്ത്, രാജ്യം മുഴുവൻ കലാപങ്ങൾ ഉണ്ടാകുമ്പോഴും സ്നേഹത്തോട് ജീവിക്കുന്ന ഒരു കൊച്ചു തുരുത്താണ് ഈ കേരളം. അതിൽ അഭിമാനം കൊള്ളുന്നവരാണ് നമ്മൾ. ആ തുരുത്തിനെ പോലും വർഗീയ സംഘർഷങ്ങളുടെ വേദിയാക്കാൻ വേണ്ടിയിട്ടുള്ള അണിയറ ഗൂഢാലോചനകൾ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നടത്തുന്നവരാണ് CPMന്റെ തലപ്പത്തിൽ ഇപ്പോൾ കേരളത്തിലിരിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നത്, ഭരണതലപ്പത്തിരിക്കുന്നത് പറയേണ്ടി വരുന്നത് അങ്ങേറ്റം നിർഭാഗ്യകരമാണ് എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും നിങ്ങൾ. ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവസാനിക്കണം, നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. ചേരാവളിയിൽ എനിക്കറിയാം നല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ നാടാണ് ഈ നാട്. ഒരുപാട് നല്ല കമ്മ്യൂണിസ്റ്റുകാർ, പഴയകാല കമ്മ്യൂണിസ്റ്റുകാരുടെ നാടാണ്. അവരെല്ലാം ആഗ്രഹിക്കുന്ന പോലെ ആ പാർട്ടി തകരണം, അല്ല പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നതാണ് കേരളത്തിലെ ജനാധിപത്യ പാർട്ടികളെല്ലാം. കാരണം രാഷ്ട്രീയമായി നമുക്ക് പോരാടാം, ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ പോരാടാം. പക്ഷെ ആത്യന്തികമായ ലക്ഷ്യം രാജ്യ നന്മയാണ്, വർഗീയതക്കെതിരായുള്ള പോരാട്ടമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. പക്ഷെ നിങ്ങളുടെ നേതാക്കന്മാരുടെ പോക്ക് അങ്ങോട്ടാണെന്നുള്ളത് വളരെ വളരെ ആത്മവിചിന്തനത്തിൽ ഭാഗമാക്കേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇത് ഗൗരവതരമായ രാഷ്ട്രീയമായിട്ട് കാണുക. ഈ പാർട്ടി തകർന്നാലും തിരക്കേടില്ല, തങ്ങളുടെ വ്യക്തി താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കപ്പെട്ടാൽ മതിയെന്ന് തീരുമാനിക്കുമ്പോൾ. സ്വീകരണ സമ്മേളനത്തിൽ ടൗൺ ഈസ്റ്റ് മണ്ഡലം UDF കൺവീനർ ബിജു നസറുള്ള അധ്യക്ഷനായി. UDF നേതാക്കളായ അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം, അഡ്വക്കേറ്റ് KP ശ്രീകുമാർ, അഡ്വക്കേറ്റ് E സമീർ, N രവി, U മുഹമ്മദ്, A ഇർഷാദ്, AJ ഷാജഹാൻ, T സൈൻലാബ്ദീൻ, അവിനാസ് ഗഗൻ, അരിത ബാബു, A ഇർഷാദ്, ചിറപ്പുറത്ത് മുരളി, AM കബീർ, PC റോയ്, ബിജു ജോസഫ്, K രവീന്ദ്രൻ, M വിജയമോഹൻ, A ഹസൻ കോയ, MAK ആസാദ്, ചന്ദ്രിക തങ്കപ്പൻ, സുഷമ്മ, ബിഥു രാഘവൻ എന്നിവർ സംസാരിച്ചു. CD ന്യൂസ് കായംകുളം.